ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടൈൽസ് ഓഫ് ജയ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ചോടിയോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി. അപ്പൊ നമുക്ക് ആ ചമ്മന്തിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് തേങ്ങയാണ് കേട്ടോ, കൂടുതലൊന്നുമില്ല. പിന്നെ അതേപോലെ ഒരു പിടി ഉഴുന്ന് പരിപ്പ്, അതേപോലെ ഒരു പിടി കടലപ്പരിപ്പ്, പിന്നെ നമ്മളൊരു 6 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഈ സൈസിലുള്ള ഒരു പുളിയും. ഇതാണ്. പിന്നെ കറിവേപ്പില, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തുടങ്ങാം. ഇതുപോലെ ഒരു ഇന്റാലിയത്തിന്റെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായ ശേഷം ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ലപോലെ ഈ ചീൻചട്ടി ചൂടായി കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് കടലപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് കളർ മാറണം, നല്ലൊരു മണം വരും. ആ ഒരു സമയത്ത് ഇത് മാറ്റി വയ്ക്കാം. കളറൊക്കെ മാറി ഒന്ന് ചുമന്ന് തുടങ്ങി, ഒപ്പം നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാവും. അതിനുശേഷം ഇതെടുത്ത് മാറ്റാം. നമുക്ക് ഈ ഉഴുന്ന് പരിപ്പ് അതേപോലെ ഒന്ന് വറുത്തെടുക്കാം. അത് തനിത്തനിയെ വറുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് വേഗം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ ഓരോന്നിനും ഓരോ സമയം എടുക്കും. അപ്പം അത് ശരിക്കും അങ്ങോട്ട് ആവില്ല. അതുകൊണ്ടാണ് തനിത്തനിയെ തന്നെ വറുത്തെടുക്കുന്നത്. ഇത് ഇപ്പൊ കണ്ടോ, ഈ ഉഴുന്ന് പരിപ്പും നന്നായിട്ടൊന്ന് ചുമന്ന് കഴിഞ്ഞു, കളറ് മാറി, മണം വന്നു. ഇതും നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതുപോലെ ഈ മുളക് ഒന്ന് ഇട്ട് കൊടുത്ത് ചൂടാക്കാം. ഈ മുളകും അതേപോലെ തന്നെ ഈ വെളുത്തുള്ളി, ഈ പുളിയും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് നന്നായി ചൂടായി കുറേശ്ശെ കളറൊക്കെ മാറി കറുപ്പും ബ്രൗണും ഒക്കെ നല്ലപോലെ ഡാർക്കായി തുടങ്ങി. അതേപോലെ ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി, പുളിയും വെളുത്തുള്ളിയും. ഇനി നമുക്ക് ഇതെടുത്തിട്ട് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഈ തേങ്ങ ഇട്ട് അതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. തേങ്ങയും ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് കളർ മാറി നല്ലപോലെ ഒന്ന് ഡ്രൈ ആവട്ടെ. ഇപ്പൊ തേങ്ങയും നല്ലപോലെ മൂത്ത് വാടി കഴിഞ്ഞു, മതി. നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ്, അതും ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഉപ്പിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്നങ്ങനെ പോയി, ആ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയി, ഉപ്പും ഒന്ന് നല്ല ഡ്രൈ ആവും. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ വറുത്ത് വെച്ചതെല്ലാം ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഞാനിങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അതിനെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് അത് വീഡിയോയ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് വേണ്ടി വീഡിയോ എടുത്ത് തരുന്ന എൻ്റെ മാക്രി. പിന്നെ ഇപ്പോൾ ഇതെല്ലാം ഇവിടെ വറുത്ത് റെഡിയാക്കി വെച്ചു എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഞാനിവിടെ കറിവേപ്പിലയും ആക്ച്വലി ഇതിലേക്ക് ചേർത്ത് വറുത്ത് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടെ എടുത്ത് വെച്ചതാണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ കറിവേപ്പില പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അതായത് എൻ്റെ മോള് പറഞ്ഞു, വേണ്ട അമ്മ, കറിവേപ്പില ചേർത്ത് അത് പച്ച കളറായി പോകും, ആ കളറിനെക്കാട്ടും നല്ല ഓറഞ്ച് കളറിൽ അരയ്ക്കുന്ന ചമ്മന്തിയാണ് നല്ലത്, അതുകൊണ്ട് ചേർക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളുടെ അഭിപ്രായത്തെ മാനിച്ച് ഇന്ന് ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ, നല്ല ടേസ്റ്റ് ആയിരിക്കും, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കറിവേപ്പില ചേർത്തിട്ടില്ല, അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരയണ്ട, ഒരു തരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമുക്കിതെല്ലാം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നിച്ചൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കാം. ഞാൻ നല്ല തിക്കായിട്ടാണ് ഇത് അരയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. അതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം മാറ്റി കുറച്ച് വെളുത്തുള്ളി മാത്രം ഞാൻ അവസാനം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും അതുപോലെ ഈ പുളിയും ഞാൻ നേരത്തെ ചേർത്തിരുന്നില്ല, ഈ പുളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഈ വെളുത്തുള്ളി വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടാലും നല്ലതായിരിക്കും. ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അരച്ചെടുത്തു. നല്ല ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് ആക്കരുത്, ഇങ്ങനെ കുറച്ചിങ്ങനെ തരിതരിപ്പോട് കൂടി അരയ്ക്കണം. ആ കടലപ്പരിപ്പിൻ്റെ ചെറിയ തരികളൊക്കെ നമുക്കിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അതുപോലെയുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം അരയ്ക്കാനായിട്ട്. ഒരുപാട് അരച്ച് പേസ്റ്റ് പോലെ ആക്കരുത്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ അരയ്ക്കണം. കണ്ടോ, നല്ലൊരു ആ തേങ്ങയുടെയും കടലപ്പരിപ്പിൻ്റെയൊക്കെ തരിതരിപ്പ് കാണാൻ പറ്റും അതുപോലെ. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനെ ഞാൻ ഈ ഒരു ഇതിലേക്ക് മാറ്റിയാണ്. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നല്ല സ്റ്റൈലായിട്ട് ഈ ഒരു കറിവേപ്പിലയും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൊടിയോടെ ചമ്മന്തി റെഡി. ചമ്മന്തി കേട്ടോ, സമ്മന്തി അല്ല, സമ്മന്തി വേറെ ഉണ്ട്. ഇത് ചൊടിയോടെയുള്ള ചമ്മന്തി. നമുക്കിത് ചോറിനൊപ്പവും അതേപോലെ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ യൂസ് ചെയ്യാം. ഇതിനൊക്കെ പുറമെ ഞാനൊരു പുതിയ ഐറ്റം പറഞ്ഞു തരട്ടെ. ഓട്സ് കഞ്ഞി ഉണ്ടാക്കി ഇത് അതിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. സൂപ്പറാണ്, വളരെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ആ ഗാർലിക്കൊക്കെ ചൂടാക്കിയിട്ട് അരച്ചതിൻ്റെ ആ ടേസ്റ്റ് എടുത്തു പറയേണ്ട ടേസ്റ്റാണ്, വളരെ നന്നായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു വീഡിയോ വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.